അന്ന് പത്രോസിന് അറിയേണ്ടിയിരുന്ന കാര്യം ഇതായിരുന്നു: തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? കർത്താവ് മറുപടി പറഞ്ഞു, 70 പ്രാവശ്യം. പരിധിയില്ലാതെ ക്ഷമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്വസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത് എന്ന ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്: ക്ഷമ പറയുക, ക്ഷമ ചോദിക്കുക. എന്നാൽ ക്ഷമ പറയാനും ക്ഷമ ചോദിക്കാനും ബൈബിൾ പറയുന്നില്ല. നേരെ മറിച്ച് ക്ഷമിക്കാനാണ് ആവശ്യപ്പെടുക. നമ്മുടെ എല്ലാം വീടിൻ്റെ അകത്തളങ്ങളെ ഒന്ന് നിരീക്ഷിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമാകും. അമ്മ ചെയ്യുന്നത് ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, മക്കൾ ചെയ്യുന്നത് അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും പരസ്പരം ക്ഷമ ചോദിക്കാതെ തന്നെ ആന്തരികമായ ആഴത്തിൽ ഈ ബന്ധങ്ങൾ മുന്നേറുന്നുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് ഉണ്ടാകും. എങ്കിലും ഹൃദയം കൊണ്ട് പഴയ ബന്ധത്തിലേക്ക് വരിക, ഹൃദയം കൊണ്ട് ക്ഷമ കൊടുക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ല, നേരെ മറിച്ച് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? തൻ്റെ പ്രബോധനം അവൻ ഓർത്തെടുത്തിട്ടുണ്ടാകും. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി അവനുമായി രമ്യപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ഇവിടെ ബലിയർപ്പിക്കുവാൻ കുരിശിൽ കയറിയിരിക്കുന്ന കർത്താവായ ക്രിസ്തു. തന്നോട് വിരോധമുള്ളവർ ഉണ്ട് എന്ന് അവനറിയാം. എന്നാൽ കുരിശിൽ നിന്നിറങ്ങി അവരോട് പോയി ക്ഷമയാചിക്കാൻ കർത്താവിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ശത്രുവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കുകയാണ്. ആ 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്: അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക, നന്മ ചെയ്യുക. ഈ 3 കാര്യങ്ങളും ശത്രുവിൻ്റെ നന്മകളല്ല, നമ്മുടെ ഉള്ളിലുള്ള കൃപ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ശത്രുക്കൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, ശത്രുതയില്ലാതെ ബലിയർപ്പിക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനം. കർത്താവിനത് സാധിച്ചു. ക്ഷമയെപ്പറ്റി അസീസിയിലെ ഫ്രാൻസിസ് പറയുന്ന കാര്യമുണ്ട്: ഒരു സഹോദരൻ 1000 തവണയും തെറ്റ് ചെയ്തിട്ട് 1000 തവണയും വന്ന് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. ഇനി ചില ആളുകളുണ്ട് ക്ഷമ ചോദിക്കാൻ അറിയില്ലാത്ത വ്യക്തികൾ. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയാൽ സഹോദര നിനക്ക് ക്ഷമ ആവശ്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കണം. ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ്, എന്നാൽ ശത്രുത ഇല്ലാതിരിക്കുക എന്നത് ദൈവികമാണ്. കത്തി നിൽക്കുന്ന മെഴുകുതിരിയെ പ്ലാവില കൊണ്ടടിച്ചു, അത് കെട്ടുപോയി. കത്തി നിൽക്കുന്ന അടുപ്പിനെ അതേ പ്ലാവില കൊണ്ടടിച്ചു, ആ പ്ലാവില തീയായി മാറി. ആ അടുപ്പിലേക്ക് ഒരു വലിയ തടി തള്ളിക്കയറ്റി, ആ അടുപ്പ് കെട്ടുപോയി. ആ വലിയ തടി ഇഷ്ടിക ചുടുന്ന ചൂളയ്ക്കകത്താക്കി. തടി തീയോടൊപ്പം കത്തി ചാമ്പലായി. ആ ചൂളയിലേക്ക് ഒരു ഇരുമ്പ് കഷണം വെച്ച് കൊടുക്കുന്നു. ഈ ഇരുമ്പ് കഷണം തീയുടെ നിറമായി മാറുന്നു. അതേ ഇരുമ്പ് കഷണം ഇരുമ്പുരുക്കുന്ന ഫർണസിൽ ഇട്ടു, ഇരുമ്പ് കഷണം വെള്ളമായിട്ട് മാറി. മെഴുകുതിരിക്ക് പ്ലാവില തടസ്സം, അടുപ്പിന് വലിയ വിറക് കഷണം തടസ്സം, വലിയ തീക്കുണ്ടത്തിന് ഇരുമ്പ് തടസ്സം. അതേ മനുഷ്യ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറ്റുവാൻ സ്നേഹമാകുന്ന തീ വർദ്ധിപ്പിക്കുക. ഈ തീ നമ്മിൽ ആളിക്കത്തിക്കാം. എല്ലാ ബന്ധനങ്ങളും നമ്മെ വിട്ടുപോകട്ടെ. ആമേൻ.